ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ പിന്നെയും ഓരോന്നൊക്കെ ട്രൈ ചെയ്തിടാൻ ശ്രമിക്കുകയാണ്. ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ഇന്നിപ്പോൾ ഞാൻ മോക്സി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൽ നിന്ന് സ്റ്റൈലിംഗ് ജെല്ലിൻ്റെ ഇങ്ങനെ ഒരു കോംബോ മേടിച്ചായിരുന്നു. അപ്പം എൻ്റെ ഒരു ഹെയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നാണ്. എനിക്കധികം ഇപ്പോൾ കുറേ നാളായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ആയിട്ടിപ്പം വളരെ തിന്നായിട്ടുള്ള മുടിയാണ് വരുന്നതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ ഉപയോഗിക്കാറില്ല. അതിന് പകരം ഇങ്ങനെ എന്തെങ്കിലും സ്റ്റൈലിംഗ് ക്രീമോ അല്ലെങ്കിൽ ഹെയർ ബട്ടർ അങ്ങനത്തെ ഐറ്റംസാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇത്ര നാളായിട്ട് തുടർച്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ത്രിദത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചത് നമ്മുടെ ഒരു ഫാർമസി പ്രോഡക്റ്റാണ്, കേൾ മോയിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മോക്സി ഇറങ്ങിയപ്പോൾ എനിക്ക് അവർ സംസാരിച്ച്, അതായത് അവരുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് എൻ്റെ മുടി വേവിയാണ്, പണ്ട് തൊട്ടേ വേവിയാണ്. അപ്പോൾ കേൾ ക്രീംസൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്കതൊരു ഇതായിരുന്നു. ഞാൻ ആലോചിക്കും ഇങ്ങനെ, അത് കേൾ ക്രീംസ് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റൈലിംഗ് ജെൽ ഫോർ കേളി ഹെയർ ഒക്കെ വേവി ഹെയറിന് പറ്റുമോ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നെങ്കിൽ നമ്മൾ കിഡ്നൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ട്രൂ ഫ്രോഗിൻ്റെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഒരു ബ്രാൻഡ് കൂടി യൂസ് ചെയ്തിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല എൻ്റെ പേര്. അപ്പോൾ ഇപ്പം ഇത് ഞാൻ യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് 2 ദിവസമായി. ഇന്നലെ വന്നേ ഉള്ളൂ, പക്ഷെ നല്ലൊരു തലവേദന. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നതാണ്. ഞാൻ പുറത്തൊക്കെ പോകണ കാരണം പുതിയൊരു പ്രോഡക്റ്റ് നമ്മളങ്ങ് യൂസ് ചെയ്തില്ല. ഇതിനിപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. ഹെയർ വാഷ് കഴിഞ്ഞു. വേവി വൈബ് സെറ്റ് ട്രാവൽ ഡുവോ, ആ കോംബോ ആണ് ഞാൻ എടുത്തത്. പാക്കേജിങ് ഒക്കെ നല്ല രസമുണ്ട്. മോക്സി പാക്കേജിങ് എനിക്ക് ഇഷ്ടമായി. പുറത്തൊക്കെ ഇങ്ങനെ intentionally formulated for real glorious Indian hair. മോക്സിയുടെ സിമ്പിളൊക്കെ ഉണ്ട്. പിന്നെന്താ, ഞാൻ തുറന്നു നോക്കി. ഇന്റേണൽ പാക്കേജിങ് ഈസ് വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പോപ്പ് ഓഫ് കളേഴ്സ് ഇപ്പം എല്ലാവരും ചെയ്യുന്നത് മാർക്കറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടം. അതിൻ്റെ കൂടെ നമുക്ക് 2 ഫ്രീബീസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നേരത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് തുറന്നു നോക്കിയിട്ട് ഇവിടെ വെച്ചേക്കായിരുന്നു. പിന്നെ ഇതൊരു ക്ലെൻസിങ് ഷാമ്പു ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യായിരുന്നു. ഇപ്പോൾ കണ്ടില്ലായിരുന്നു. ഇത് നമുക്ക് 2 ഫ്രീ കിട്ടിയ പ്രോഡക്റ്റ്സ് ആണ്. ഇത് ജെന്റിൽ ക്ലെൻസിങ് ഷാമ്പു, ഡീപ്പ് ക്ലെൻസ്, ബിൽഡപ്പ് റിമൂവൽ, പിന്നെ യാക്കോൺ റൂട്ടും ഹൈഡ്രോലൈസ്ഡ് സ്വീറ്റ് ആൽമണ്ട് പ്രോട്ടീൻ. ഇത് 2 ഇതിലുള്ളത്. ഇത് ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ ഇതെന്തായിരുന്നു, സൂപ്പർ ഡിഫൈനിങ് കേൾ ക്രീം. ഇതൊരു കേൾ ക്രീം. ഇത് 2ഉം നമുക്ക് ഫ്രീ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതാണ് ഞാൻ മേടിച്ച 2 പ്രോഡക്ട്സ്. മോക്സി ട്രാവൽ ഡ്യൂവോ, ഈച്ച് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 295 ആണ് ഈച്ച്. ഇത് ഫ്ലെക്സി സ്റ്റൈലിംഗ് സീറം ജെല്ലാണ്. ഇത് ലീവ്-ഇൻ കണ്ടീഷണർ, വെയ്റ്റ്ലെസ് ലീവ്-ഇൻ കണ്ടീഷണർ. മാംഗോ ബട്ടർ ജിൻസിങ് റൂട്ട് എക്സ്ട്രാക്റ്റ് ആണ് ഇതിലുള്ളത്. ഇത് ഫ്ലാക്സ് ആൻഡ് ചിയ സീഡും ബ്രൗൺ സീവീഡ് എക്സ്ട്രാക്ട്. ഇത് 2ഉം ആണ് ഞാൻ മേടിച്ചത്. അതിലിപ്പോൾ ലീവ്-ഇൻ കണ്ടീഷണർ ഞാൻ ട്രൈ ചെയ്യും. എൻ്റെ എനിക്ക് നല്ല മുടി ഉണ്ടായതാണ്. ഒരു 18 വയസ്സ് വരെ ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ കോളേജിൽ പോകുമ്പോൾ പല നാട്ടിൽ, ഞാനിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ, എങ്ങനെയാ ഇതൊന്നും അറിയാത്തതുകൊണ്ട്. ആക്ച്വലി ഇതിൽ എഴുതിയേക്കണ വായിക്കായിരുന്നു. Take a small amount on wet strands to lock in moisture, followed by scrunching. Just a problem. Take a scrunch ചെയ്യാം.
അതാണിപ്പോൾ കണ്ടീഷണർ ഇട്ടിട്ടുള്ള ലുക്ക്. മുടി നല്ല ഒരു ജസ്റ്റ് ഹെയർ വാഷ് ചെയ്ത് ഞാൻ കഴിഞ്ഞേ ഉള്ളൂ. കാരണം അധികം നേരമൊന്നും കെട്ടിയൊന്നും വെച്ചില്ല. എനിക്കിപ്പോൾ വർക്കിന് കയറാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ ഇത് സ്റ്റൈലിൻ ജെല്ലിൻ്റെ ഒരു സെറ്റപ്പ് കൂടി നോക്കാം. സ്മെല്ല് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സ്മെല്ലുണ്ടോ? അങ്ങനൊരു പ്രത്യേക സ്മെല്ലൊന്നും ഇല്ല. പക്ഷെ എന്തോ ഒരു ലൈറ്റ് സട്ടിലായിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര പഞ്ചിങ് സ്മെല്ലൊന്നും ഇല്ല. ഇതൊത്തിരി ജെല്ലി ടെക്സ്ചർ ആയിരിക്കും. അത്ര വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും എനിക്കത് ഇഷ്ടം കേട്ടോ. ഈ പ്രോഡക്ട്സിന് അധികം സ്മെല്ലൊന്നും ഇല്ലാത്ത ഭയങ്കര ഇഷ്ടം. മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓർക്കുവാണെങ്കിൽ കാണിച്ചു തരാം ഉണങ്ങിക്കഴിഞ്ഞിട്ട്. പിന്നെ ഈ ബോക്സിൽ ഇതാണ് എൻ്റെ ഒരു ഇൻറ്റേർണൽ പാക്കേജിങ് വന്നിട്ട് എനിക്കിഷ്ടമാണ്. ഡ്രസ്സിന് ഇതിൽ കൂടെ എന്തൊക്കെയുണ്ട്. ഇങ്ങനെയൊരു പൗച്ച്, അതിൽ ഒരു നോട്ടുണ്ട്. ഫോർ ഇയേഴ്സ് വി ബീൻ ടോൾഡ് അവർ ഹെയർ is too wild, too flat, too much. But the truth, there's no such as bad hair, only products that were never made for us. That's why I started Moxie, to create a salon grade products that actually get Indian hair texture, weather, the drama, because your hair isn't a problem to fix, it's just telling your story. It's just got character. Nikita, founder of Moxie Beauty. Nice. Kind of sleep. ഞാൻ ഭയങ്കര ഉറക്കം വരുന്നു. ഹായ്, കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ലാപ്ടോപ്പിലൊക്കെ റെസ്പോൺസിബിൾ അഡൽട്ട്, നോട്ട് റിയലി. Live, laugh, leave me alone. Okay. Get sets too hot to handle. എനിക്കിഷ്ടമായി. ഞാൻ ലാപ്ടോപ്പിൽ ഒട്ടിക്കും. പിന്നെ ഇതെന്താ, ഇത് മോക്സിയുടെ എന്തോ ഒരു പ്രോഡക്റ്റ് റേഞ്ചിനെ പറ്റിയിട്ടുള്ളൊരു ഒരു നോട്ട് ഫ്ലെയർ പോലത്തെ ഒരു സംഭവം. For hair that's got character. Nice. നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ബാക്ക് സൈഡ് വന്നിട്ട് പ്രോഡക്ട്സ് ആണ്. മോക്സിയുടെ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് അപ്പുറത്തുണ്ട്. അതിൽ ക്ലെൻസിങ് ഷാംപൂ ഉണ്ട്, അൾട്രാ ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണർ, ഫ്രിസ് ഫൈറ്റിംഗ് ഹെയർ സീറം, പിന്നെന്താ, പിന്നിപ്പോൾ ഞാൻ കാണിച്ച ലീവ്-ഇൻ കണ്ടീഷണർ ഉണ്ട്, ഫ്ലെക്സി സ്റ്റൈലിംഗ് സീറം ജെൽ, സൂപ്പർ ഡിഫൈനിങ് കേൾ ക്രീം. അതിലിപ്പോൾ നമുക്ക് 4 പ്രോഡക്റ്റിൻ്റെ ഇതുണ്ട്. 2 പ്രോഡക്റ്റാണ് വാങ്ങിയെങ്കിൽ 2 പ്രോഡക്റ്റ് സാമ്പിൾ കൂടി ഉണ്ട്. പിന്നെ ഇതെന്താ, സ്ട്രെങ്തനിങ് ആൻഡ് ഫോർട്ടിഫൈയിങ് ഹെയർ ഓയിൽ, കൊക്കോ, ഹെംപ് ആൻഡ് ആൽമണ്ട്. ഇത് ഹെയർ ഫിനിഷ് സ്റ്റിക്ക് ആണ്. നമ്മൾ കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കോമ്പ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ട്. ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ, ചീറ്റ് ഡേ ഡ്രൈ ഷാംപൂ. പിന്നെ ഇതെന്താ, ഹെഡ് ലൈനർ, സൂപ്പർ സ്ലീക്ക് ബാക്ക്.
ഓ ഇനിയുണ്ടല്ലേ, ഇനിയും വേറെ റേഞ്ച് ഓഫ് ഹൈലറോണിക് ആസിഡ് റിപ്പയറിംഗ് ഷാംപൂ, പിന്നെ റിപ്പയറിംഗ് കണ്ടീഷണർ, ഹെയർ സീറം, അതൊക്കെയാണ് സംഭവങ്ങൾ. പാക്കേജിങ് ഈസ് വെരി നൈസ്. മോക്സി ബ്യൂട്ടി അല്ലേ, മോക്സി ബ്യൂട്ടി ആക്കാം. മോക്സി ബ്യൂട്ടി, ഞാൻ മോക്സി ബ്യൂട്ടിനെ വിളിക്കും. മോക്സി ബ്യൂട്ടിയാണ് ആക്ച്വലി. പിന്നെ മോക്സി ബ്യൂട്ടി എൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ കാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഐ വിൽ ഡെഫിനറ്റ്ലി ടാഗ്. ഐ ലവ് ഇറ്റ്. ആൻഡ് ആസ് എ എന്താ പറയുക, മദർ ഓഫ് എ ടോഡ്ലർ, ദിസ് ഈസ് ലൈക്ക് കം ബാക്ക് ഫോർ മൈ ഹെയർ, ഐ ഗസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്കിഷ്ടമായി, പ്രോഡക്റ്റ്സ് എനിക്കിഷ്ടമായി. So I'll keep you guys updated. Thank you for watching my video. ഈ കൊലത്തിൽ കണ്ടില്ലെങ്കിലും ഞാൻ കാണും. ഞാൻ കുറച്ചാളെ വയസ്സായിട്ട് കാണും. ഓക്കെ, then until then, thank you, bye. ഇതെൻ്റെ ഹെയർ ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കാണ്. ഞാനപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച്. നല്ല ഭംഗിക്ക് കിടപ്പുണ്ട്. പിന്നെ എനിക്ക് തിൻ ഹെയർ ആയതാണ് അത്ര വോള്യൂം കാണത്തില്ല. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ രാവിലെയുള്ള റിസൾട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. മുടി നല്ല സോഫ്റ്റാണ്. പിന്നെ ഞാൻ സ്മെല്ലില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു ഫ്രേഗ്രൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു.